ഹലോ! പാറൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഒരു വറവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയെല്ലാം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു വറവാണ്. വേറൊന്നല്ല, ചക്കച്ചവണി വറവ്. ഇപ്പോൾ ചക്കച്ചവണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്. നമ്മൾ ചക്കയെല്ലാം മുറിച്ച് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്നും അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്ന് ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വറവാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കച്ചവണി നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം നമുക്ക് ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇനി ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ, പിന്നെ വറ്റൽമുളക്. തേങ്ങ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എന്ത് വറവുണ്ടാക്കിയാലും എനിക്ക് അതിൽ തേങ്ങ നല്ലോണം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് അരിയാണ് എടുത്തിട്ടുള്ളത്. കടുകിന് പകരം അരിയാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങലരിയാണ് വേണ്ടത്, പച്ചരിയല്ല. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി അരി നന്നായിട്ടൊന്ന് പൊട്ടി മൂത്ത് വരണം. അപ്പോൾ നല്ല ചൂടായ വെളിച്ചെണ്ണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് പൊരിഞ്ഞിട്ട് നല്ല ബ്രൗൺ കളറാവും. അപ്പോൾ ഇടയ്ക്ക് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അരിയെല്ലാം നല്ല മൂത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ചതച്ചതല്ല. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് നമുക്ക് ഈ വറവിൽ കിട്ടുമല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. നമ്മളെ നാട്ടിലെല്ലാം വറ്റൽമുളകിന് ഉണക്കുവറങ്കി എന്നാണ് പറയൽ. ചില സ്ഥലത്ത് കായ് മുളക് എന്നെല്ലാം പറയുന്നത് കേൾക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. മുളകെല്ലാം വേഗം തന്നെ ആയി കിട്ടും. നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കുറച്ചധികം തന്നെ ഞാൻ ഇടുന്നുണ്ട്. നമ്മളെ വറവിന് നല്ലൊരു മണമെല്ലാം. അപ്പം ഞാനെന്ത് വറവുണ്ടാക്കുമ്പോൾ തേങ്ങയും കറിവേപ്പിലയും കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കും. നമ്മളെ കറിവേപ്പിലയും നല്ലോണം മൂത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചക്കച്ചവണിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വിഭവങ്ങളെല്ലാം പറ്റുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ചക്കച്ചവണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ആ വറവും നമ്മളെ ചവണിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിക്കുന്ന വിധത്തിലൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ചക്കച്ചവണിക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സാധനമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിന്
ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഒന്നും കൂടി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. വെള്ളം വളരെ കുറച്ച് മതി. ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ ഇത് ചീഞ്ഞടിഞ്ഞു പോവും. അങ്ങനെ നമ്മളെ വറവ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചക്കച്ചവണിക്ക് അങ്ങനെ വേവൊന്നുമില്ല, വേഗം വെന്ത് കിട്ടുന്ന സാധനമാണ്. പോരാത്തതിന് നമ്മൾ നല്ലോണം ചെറുതാക്കിയിട്ടാണ് ഇത് അരിയുകയും ചെയ്തത്. അപ്പോൾ വേഗം തന്നെ ആയിക്കോളും. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ചെറിയ തീയിലിത് അടക്കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ നമ്മളെ ചക്കേൻ്റെ അകത്തെ വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ചവണിയും നല്ലോണം ഇപ്പം തന്നെ വെന്ത് കഴിഞ്ഞു. ഇനി തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റുന്നൊരു വറവാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, എളുപ്പത്തിലാക്കാം. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പം ചക്കയെല്ലാം മുറിച്ച് കഴിഞ്ഞാൽ ചക്കച്ചവണിയൊന്നും ആരും വെറുതെ ചാടാൻ നിൽക്കണ്ട. ഇതേപോലെയെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എന്ന് പറഞ്ഞാൽ ചക്ക സീസണല്ലേ, അപ്പോൾ ഉണ്ടാക്കി നോക്കാം. നമുക്ക് കിട്ടുന്ന സമയത്തല്ലേ ഇങ്ങനെയെല്ലാം ആക്കാൻ പറ്റുള്ളൂ. ഇനി ഇതൊന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കച്ചവണി വറവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളറ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കുറച്ചൊരു കളറൊക്കെ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി നമുക്ക് ചക്കച്ചവണി ഇട്ട് കൊടുത്ത സമയത്ത് ചേർത്ത് കൊടുക്കാവുന്ന, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ മുളക് പൊടി ഇതിൽ വേണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ വറവെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.